റമദാനിലാണ്. റമദാനിലെ അവസാനത്തെ ഒറ്റ രാവുകളിലാണ്. അതുകൊണ്ട് തന്നെ റമദാനിൽ ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിച്ചുകൊണ്ട് ഖുർആൻ ധാരാളം പ്രാവശ്യം ഖത്മുകൾ ഓതുവാനും അതുമായി ബന്ധപ്പെട്ട ജീവിതം ശ്രദ്ധിക്കുവാനും റമദാനിനെ നമ്മൾ പാകപ്പെടുത്തണം. അപ്പൊ അതിലേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ ഒരുങ്ങണം. ഇനിയും വൈകി ആളുകൾ ഉണ്ടാകും. റജബ് ഇത്രയും കഴിഞ്ഞു, 10-26 ദിവസങ്ങൾ കഴിഞ്ഞു. ഇന്ന് 27ലേക്ക് നമ്മളിതാ കാലമൊന്നുകയാണ്. ഇന്നത്തെ രാത്രിയോടുകൂടി അങ്ങോട്ടേക്ക് കടക്കുകയാണ്. ഇത്രയും ദിവസങ്ങളായിട്ട് പോലും ശ്രദ്ധിക്കാത്ത, അതിനെ ഗൗനിക്കാത്ത ആളുകൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കട്ടെ. നല്ല രാവുകളെ ജീവസുറ്റതാക്കിയെങ്കിൽ മാത്രമേ മുൻഗാമികളാകുന്ന 300, 400, 500, 1000, 2000 വർഷമൊക്കെ ഈ ലോകത്ത് ജീവിച്ച് അമൽ ചെയ്തു പോയിട്ടുള്ള ആളുകളോടൊപ്പം നമ്മൾ എത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല രാവുകളെ ഇബാദത്ത് കൊണ്ട് ദിവസത്തിലാക്കുവാൻ നാം ഓരോരുത്തരും ബദ്ധശ്രദ്ധ പതിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ തൈക്കാവ് അൽഹംദുലില്ലാഹ് നിസ്കാര പള്ളി വളരെ മനോഹരമായ രീതിയിൽ പണിയുവാൻ അല്ലാഹുവിന്റെ വലിയ തൗഫീഖ് കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊണ്ടിട്ടുള്ള ആളുകൾക്ക് സാധിച്ചു. അതിലൊരു എളിയ സബബെന്ന നിലയ്ക്ക് ഭാഗവാക്കാകാൻ വിനീതനും സാധിച്ചു. അതിന് സഹായികളായി പ്രാർത്ഥിച്ചു കൊടുക്കുവാനും ആരൊക്കെ സഹായിക്കുന്നവരുണ്ടോ അവരുടെ പേര് ലിസ്റ്റുകൾ വായിച്ച് ദുആ ചെയ്തു കൊടുക്കുവാനും ഒക്കെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് സേവനം ചെയ്ത കാലയളവിൽ സാധിച്ചു. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് എയർ കണ്ടീഷൻ ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും ആധുനിക സൗകര്യങ്ങളോടുകൂടി ഇതിനപ്പുറം കരണ്ടിന് മറ്റു വിഷയങ്ങളൊന്നും ഇല്ലാതിരിക്കുവാൻ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെ പരിപൂർണമായി ശ്രദ്ധിച്ച് സോളാറുകൾ സ്ഥാപിച്ച് അൽഹംദുലില്ലാഹ് എല്ലാം ആധുനിക സൗകര്യം